2 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇന്ന് വേളാങ്കണ്ണിയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. ഈ എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണി ഭാഗത്തേക്ക് പ്രധാനമായും 3 ട്രെയിനുകളാണുള്ളത്. 1 എറണാകുളം കാരയ്ക്കൽ ടീ ഗാർഡൻ എക്സ്പ്രസ്, 2 എറണാകുളം വേളാങ്കണ്ണി ബൈ വീക്ക്ലി എക്സ്പ്രസ്, 3 എറണാകുളം വേളാങ്കണ്ണി വീക്ക്ലി എക്സ്പ്രസ്. ഇതിൽ ആദ്യം പറഞ്ഞ 2 ട്രെയിനിലും ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. മൂന്നാമത് പറഞ്ഞ ട്രെയിനിൽ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. അതൊരു പുതിയൊരു ട്രെയിനാണ്. എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് എല്ലാ ബുധനാഴ്ചയും രാത്രി 11:50 വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന വീക്ക്ലി എക്സ്പ്രസിനാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. വൈകുന്നേരം 5:50 നമ്മുടെ ട്രെയിൻ പുറപ്പെടാൻ ഒരു 6 മണിക്കൂർ കൂടെ ഇനിയുണ്ട്. ഇവിടെ ഇപ്പം നവീകരണം നടക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റേഷനിൽ വലിയ സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്കെന്തായാലും ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നല്ല മഴയാണ്. പിന്നെ ഇവിടെ അധിക നേരം പ്ലാറ്റ്ഫോമിൽ ഇരിക്കാൻ പറ്റില്ല, നല്ല കൊതുകടിയാണ്. ഇനിയിപ്പം ഇതിന്റെ കൂടെ തന്നെ മഴയും പെയ്തല്ലോ. മഴ മാറിയ സമയത്ത് തന്നെ പെട്ടെന്ന് പുറത്തു പോയിട്ട് രാത്രിക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ വന്നുവേ. ഇന്ന് നമ്മൾ പോകുന്ന വേളാങ്കണ്ണി വീക്ക്ലി എക്സ്പ്രസ് ഇല്ലേ, അത് ഒരുപാട് സമയം എടുത്തിട്ടാണ് വേളാങ്കണ്ണി എത്തുക. എന്നാൽ അതിനെക്കാട്ടിയും കുറച്ചും കൂടെ എളുപ്പത്തിൽ പെട്ടെന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകുന്നൊരു ട്രെയിൻ ഉണ്ട് എറണാകുളത്ത് നിന്ന്. ആ ഒരു ട്രെയിൻ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ആ ട്രെയിൻ നമ്പർ 16188 എറണാകുളം ജംഗ്ഷൻ കാരയ്ക്കൽ ടീ ഗാർഡൻ എക്സ്പ്രസ്. ഈ ട്രെയിനിൽ ഞങ്ങൾ ഒരുപാട് തവണ യാത്ര പോയിട്ടുള്ളതാണ്. തൃശ്ശൂർ, പാലക്കാട്, തൃച്ചി, തഞ്ചാവൂർ വഴിയാണ് ഈ ട്രെയിൻ കാരയ്ക്കലിലേക്ക് പോവുക. നിങ്ങൾ ഈ ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങേണ്ടത് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്ന് രാത്രി 10:25 ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ 10:30 ആകുമ്പം നാഗപട്ടണത്തെത്തും. അവിടുന്ന് പിന്നെ 10 കിലോമീറ്റർ മാത്രമേ വേളാങ്കണ്ണിയിലേക്ക് ദൂരമുള്ളൂ. ഈ ട്രെയിൻ എത്തുന്ന സമയത്ത് തന്നെ നാഗപട്ടണത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പാസഞ്ചർ ട്രെയിനൊക്കെ ഉണ്ട്. അതുകൊണ്ട് യാത്ര അടിപൊളിയാണ്. അങ്ങനെ വീണ്ടും മഴ വന്നു. ഈ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, പ്ലാറ്റ്ഫോമും ട്രെയിനിലേക്ക് കയറുന്ന ഒരു ഭാഗമില്ലേ, അത് കുറച്ച് ഉയരത്തിലാണ്. അതായത് നിങ്ങൾ ഈ ഒരു ഭാഗത്തിന്റെ കാഴ്ച കണ്ടോ, എത്രയോ താഴ്ചയിലാണ് പ്ലാറ്റ്ഫോമിന്റെ ഈ ഭാഗം ഉള്ളത്. കുറച്ച് പ്രായമായവർക്കൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ഭാഗത്തുനിന്ന്. നമ്മുടെ വണ്ടിയിൽ നിന്ന് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പുറപ്പെടുക എന്ന് ഇതുവരെ റെഡി ആയിട്ടില്ല. ഇത് എറണാകുളം ബംഗളൂരു ഇന്റർസിറ്റിയാണ്. ഈ മഴ സമയത്ത് ഒരു ട്രെയിൻ യാത്ര അടിപൊളി തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ രാത്രിക്ക് കിടന്നുറങ്ങാനായാലും നല്ല സുഖം തന്നെയാണ്. എന്തായാലും നല്ലൊരു തണുപ്പുണ്ട്. ഇപ്പോൾ 10:25 എറണാകുളം കാരയ്ക്കൽ ടീ ഗാർഡൻ എക്സ്പ്രസ് ഇതാ ഇവിടെ നിന്ന് എടുത്തു. ഈ വണ്ടിയൊക്കെ ഉടനെ തന്നെ LHPയിലേക്ക് മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനിയിപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരിക എറണാകുളം ഹട്ടിയ എക്സ്പ്രസ് ആണ്. 11 മണിയായി. ജാർഖണ്ഡിലെ ഹട്ടിയയിലേക്ക് പോകുന്ന AC സൂപ്പർ ഫാസ്റ്റ് തിരുവനന്തപുരത്തു നിന്നും ചെന്നൈ സെൻട്രൽ വരെ പോകുന്ന മഴയത്ത് എറണാകുളം ഈ ഒരു ലോക്കോമോട്ടീവ് തന്നെ അടിപൊളി എത്തിച്ചേർന്നിരിക്കുന്നു. യാത്രിയോ കൃത്യാജ്ഞ गाड़ी नंबर 222 തിരുവനന്തപുരം ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ. പെരുമഴയത്താണ് ഈ ഒരു ട്രെയിനിൽ കയറേണ്ടത്. ഈ ട്രെയിനിൽ ഞങ്ങൾ ഇതുവരെ യാത്ര പോയിട്ടില്ല. ഒരു തവണ പോകുന്നുണ്ട്. 11:21 ട്രെയിൻ നമ്പർ 16363 എറണാകുളം ജംഗ്ഷൻ വേളാങ്കണ്ണി വീക്ക്ലി എക്സ്പ്രസ് ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 2 കടന്നു വരികയാണ്. ഈ ട്രെയിനിന്റെ കോച്ചുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ ആകെ 4 അൺറിസർവ്ഡ് കോച്ചുകളാണുള്ളത്. 2 മുന്നിലും 2 പുറകിലും. 8 സ്ലീപ്പർ ക്ലാസ്, 3 തേർഡ് AC, 1 സെക്കൻഡ് AC, അങ്ങനെയാണ്. ഞങ്ങൾ ഇന്ന് വേളാങ്കണ്ണി വരെ യാത്ര ചെയ്യുന്ന കോച്ച് സ്ലീപ്പറിൽ S8 ആണ്. 2024 നിർമ്മിച്ച S8 കോച്ച്. ഇവിടെ ട്രെയിനിന്റെ നമ്പറൊക്കെ എഴുതിയിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ റേക്ക് ഷെയറിങ്ങും ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കോച്ചിൻ്റെ അകത്തേക്ക് കയറാം. ഞങ്ങളുടെ ബെർത്തുള്ളത് ഈ കയറിയ ഇവിടെ തന്നെയാണ്. 78 ഒരു അപ്പർ ബെർത്ത്, 75 മറ്റൊരു അപ്പർ ബെർത്ത്. പിന്നെ ഈ ഒരു ബെർത്തിൻ്റെ മുകളിൽ ഇത് ആരൊക്കെയോ വലിച്ച് കയറിയിട്ടുണ്ട്. തുന്നി അവിടെ വെച്ചിട്ടുണ്ട്. ബെർത്ത് കുഴപ്പമൊന്നുമില്ല, നല്ല കംഫർട്ടബിൾ ബെർത്ത് തന്നെയാണ്. പിന്നെ കയറി ഉടനെ തന്നെ ചാർജൊക്കെ ചെയ്യാൻ വെച്ച്, കാരണം ഞങ്ങൾ നേരത്തെ വന്നാണല്ലോ, ചാർജൊന്നുമില്ല. നല്ല വൃത്തിയുള്ള കോച്ച് തന്നെയാണ് കേട്ടോ. ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 10 ദിവസം മുന്നെയാണ്. ഒരുപാട് അവൈലബിൾ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. 2 അപ്പർ ബെർത്ത് പ്രിഫറൻസ് കൊടുത്തു. അങ്ങനെയാണ് ഈ 2 ബെർത്ത് ഞങ്ങൾക്ക് കിട്ടിയത്. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വേളാങ്കണ്ണി വരെ ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ്സിൽ വന്ന ടിക്കറ്റ് ചാർജ് 415 രൂപയാണ്.
ഇന്ന് ചാർട്ടായതിനു ശേഷം ഏകദേശം 170ഓളം ബെർത്തുകളാണ് സ്ലീപ്പർ ക്ലാസ്സിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. തേർഡ് എ സിയിൽ ഏകദേശം 30ഓളം ബെർത്തും സെക്കൻഡ് എ സിയിൽ ഏകദേശം ഒരു 10 ബെർത്തുകളും വേക്കൻ്റ് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇതൊരു ജൂൺ മാസമാണ്, അതുകൊണ്ടായിരിക്കാം വേക്കൻ്റ് ആയിട്ട് ഇത്രയും ബെർത്തുകൾ വന്നത്. എറണാകുളം ജംഗ്ഷനിൽ ഇതാ ട്രെയിൻ അങ്ങനെ എടുത്തു. 11:50 കേരളത്തിൽ മാത്രം ഈ ട്രെയിനാകെ 14 സ്റ്റോപ്പുകളാണുള്ളത്. കൊല്ലത്തുനിന്നും നാഗപട്ടണം ജംഗ്ഷനിൽ ഈ ട്രെയിന് ലോക്കോ റിവേഴ്സലുണ്ട്. ആകെ 2 ലോക്കോ റിവേഴ്സലാണുള്ളത്. പുനലൂരെത്തിയാൽ ഈ ട്രെയിനിൻ്റെ പുറകിൽ ഒരു ബാങ്കർ ലോക്കോമോട്ടീവ് വയ്ക്കും. എറണാകുളം റൂട്ട് അങ്ങനെയാണല്ലോ. പിന്നെ മഴ കാരണമാണ് ലോക്കോമോട്ടീവ് ഏതാണെന്ന് കാണിക്കാൻ പോകാൻ പറ്റാത്തത്. ഇനി അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് കോട്ടയം. ഈ വണ്ടി പോകുന്ന റൂട്ട് പറയുകയാണെങ്കിൽ എറണാകുളം വിട്ടിട്ട് തന്നെ കോട്ടയം, പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് സ്റ്റോപ്പുകളുണ്ട്. കൊല്ലം പോയിട്ട് ലോക്കൽ റിവേഴ്സ് ചെയ്ത് നേരെ കൊട്ടാരക്കര, പുനലൂര്, തെങ്കാശി, വിരുദുനഗർ അതുവഴിയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഇന്ന് പോകുന്ന സമയത്ത് തന്നെ മെസ്സേജ് വന്നു വണ്ടി ഡൈവേർട്ടാന്ന് പറഞ്ഞിട്ട്. ഡൈവേർട്ട് ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ 1 മാസമായിട്ട് ഈ വണ്ടി വഴി തിരിച്ചിട്ടാണ് വിടുക. അതായത് വിരുദുനഗർ നേരെ പോകേണ്ടത് മധുര, ഡിണ്ടിഗൽ, ട്രിച്ചി, തഞ്ചാവൂര്, നാഗപട്ടണം വഴി നേരെ വേളാങ്കണ്ണിയാണല്ലോ പോകേണ്ടത്. പക്ഷെ നമ്മുടെ വണ്ടി നേരെ വിരുദുനഗറിന്ന് വേറൊരു വഴി, അതായത് മധുരയും ഡിണ്ടിഗലും ടച്ച് ചെയ്യാതെ നേരെ ട്രിച്ചി വഴിയാണ് പോകുന്നത്. എറണാകുളം ജംഗ്ഷന്ന് കോട്ടയം ഭാഗത്തേക്ക്, അതായത് തൃപ്പൂണിത്തുറ ഭാഗത്തേക്കുള്ള ലൈനിലേക്ക് കയറുമ്പോൾ വലിയൊരു വളവാണ്. വണ്ടി ഇവിടെ നിന്നല്ലോ. നമ്മൾ യാത്ര ചെയ്യുന്ന S8 കോച്ചിൻ്റെ വാഷേരിയൻ്റെ ഭാഗത്തൊക്കെ നല്ല വൃത്തിയാണ്. ടോയ്ലറ്റ് ആയാലും നല്ല നീറ്റാണ്. പിന്നെ S8 കഴിഞ്ഞാൽ പിന്നെ ഉടൻ വരുന്നത് അൺറിസർവ്ഡ് ആണ്. ജനറൽ ക്ലാസ്സിലൊന്നും തിരക്കേയില്ല. അടുത്ത സ്റ്റോപ്പായ കോട്ടയത്ത് ഈ ട്രെയിൻ എത്തുക 12:45 കൊല്ലത്ത് വെളുപ്പിന് 3 മണിക്കും. രണ്ടും ഒരു അസമയം തന്നെയാണ്. ഇനിയിപ്പോൾ ഇന്ന് രാത്രിക്കത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ ഇനിയിപ്പോൾ ഒരു 5:00 ആകുമ്പോൾ കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ എവിടുന്നെങ്കിലും വെച്ച് നമുക്ക് കാണാം. അപ്പോൾ ഗുഡ് നൈറ്റ്. രാവിലെ 5:46 തെന്മല റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തി. ഇവിടെ 1 മിനിറ്റാണ് വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ടായത്. കേരളത്തിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പാണ് തെന്മല. കണ്ണറ പാലം. താഴിലൂടെ റോഡ് കടന്നു പോകുന്നത് കാണാം. റെയിൽ ട്രാക്കും നാഷണൽ ഹൈവേയും ഒരേപോലെ തന്നെയാണ്. ശരിക്കും മഴക്കാലത്താണ് ഈ റൂട്ട് വഴി വരേണ്ടത്. നല്ല പച്ചപ്പാണല്ലോ. കൊല്ലത്തുനിന്ന് ലോക്കോ റിവേഴ്സ് ചെയ്തപ്പോൾ മിനിറ്റ് മുന്നിലായി നമ്മൾ. WP4 ഇപ്പോൾ നിലവിൽ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ്. ചെങ്കോട്ടയിലെത്തിയതിനു ശേഷം നമുക്ക് എന്തായാലും മുന്നിലോട്ട് പോവാം. ആ മലയുടെ മുകൾ ഭാഗത്ത് മുഴുവനും കോടയാണ്. ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ അവസാന റെയിൽവേ സ്റ്റേഷനാണിത്. ഈ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളൊരു ടണലിലേക്ക് കയറും. അത് കയറി ഇറങ്ങുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലത്തെ ആദ്യത്തെ സ്റ്റേഷൻ ഭഗവതിപുരമാണ്. ഈ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ന്യൂ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇനി വലിയൊരു വളവാണ്. ഇവിടെ മഴയും പെയ്ത് തുടങ്ങി. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് നമ്മൾ കയറി.
ഈ മലകൾക്കപ്പുറമാണ് നമ്മുടെ കേരളം. ഇവിടെയൊക്കെ വലിയ വലിയ മരങ്ങളാണിത്. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ഈ മരങ്ങൾക്ക് തന്നെ. ചെങ്കോട്ടയിൽ നിന്ന് കൊല്ലം ഭാഗത്തേക്ക് നമ്മളിപ്പോൾ വന്ന ഒരു റൂട്ടില്ലേ, അതിലൂടെ യാത്ര ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മഴക്കാലത്ത് തന്നെയാണ്. ഈ കാണുന്നൊരു പച്ചപ്പില്ലേ, മലനിരകളുടെ മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ മനസ്സിലാകും മുഴുവനും കോടയാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു മഴക്കാർ ഒന്നും തന്നെയില്ല. തമിഴ്നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടാണ്. ഒരു ഉച്ച സമയത്തൊക്കെ ആകുമ്പോൾ അറിയാം ആ ഒരു ചൂടിൻ്റെ തീവ്രത. പിന്നെ ഇവിടെ കൃഷിപ്പാടങ്ങളാണ് കേട്ടോ. ഇതൊക്കെ തെങ്ങാണ്. ഇന്നലെ രാത്രി നല്ല തണുപ്പായിരുന്നു കിടന്നുറങ്ങുന്ന സമയത്ത്. ഈ ട്രെയിനെ പറ്റി ഇനി ഒരു കാര്യം പറയാം. ഇന്ന് പകൽ മുഴുവൻ ഓടേണ്ടതാണല്ലോ. രാവിലെയുള്ള ഭക്ഷണമാണെങ്കിലും ഉച്ചക്കുള്ള ഭക്ഷണമാണെങ്കിലും നമുക്ക് എന്തായാലും റെയിൽവേ സ്റ്റേഷൻ തന്നെ വാങ്ങിക്കാം അല്ലേ? അല്ല, ഇതിൽ ബാറ്ററി കോച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് കിട്ടൂല. പിന്നെ നമ്മുടെ വണ്ടി ഡൈവേർട്ട് ആയതുകൊണ്ട് എത്രത്തോളം മിനിറ്റ് ഡിലേ ആവുന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതിന് ഒരുപാട് സ്ലാക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഓൺലൈൻ വഴി ചില സമയത്ത് നോക്കിയാൽ കിട്ടണമെന്നില്ലല്ലോ. ഭഗവതിപുരം ഈ സ്റ്റേഷൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല. നല്ല പച്ചപ്പിൽ, അതായത് വലിയ വലിയ മരങ്ങളൊക്കെ കൊണ്ട് ഒരു അടിപൊളിയായ ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു. വൈദ്യുതീകരണത്തിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ മുറിച്ചു മാറ്റി. ഞങ്ങൾ 2019 ഇതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇതിൻ്റെയൊക്കെ കാഴ്ച നല്ല രീതിയിൽ തന്നെ പകർത്തിയതാണ്. പിന്നെ സ്റ്റേഷനിൽ നിന്ന് നോക്കിയാൽ തന്നെ വലിയ വലിയ മലനിരകളൊക്കെയാണ് കാണാനായി സാധിക്കുക. തമിഴ്നാട്ടിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പായ ചെങ്കോട്ടൈ 6:48. ഇത് പൊതുഗൈ സൂപ്പർഫാസ്റ്റ് ആണ്. ചെന്നൈക്ക് മറന്ന് ചെങ്കോട്ടയിലേക്ക്. ട്രെയിനിൻ്റെ പുറകിൽ ഘടിപ്പിച്ച ബാങ്കർ ലോക്കോമോട്ടീവ് ഇവിടുന്ന് റിലീസ് ചെയ്യും. ഇത് ചെങ്കോട്ടൈ മയിലാടുതുറൈ എക്സ്പ്രസ് ആണ്. ഇവിടെ നിന്ന് ഈ ട്രെയിനിൽ കയറാൻ വലിയ തിരക്കൊന്നുമില്ല. ഈ റോഡിൻ്റെ WAP4 ആണ് നിലവിലിപ്പോൾ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് ആയിട്ടുള്ളത്. ഇവിടെ നിന്ന് 7:15 മാത്രമേ നമ്മുടെ ട്രെയിൻ എടുക്കുള്ളൂ. ഒരുപാട് നേരം സമയമുണ്ട്. ഈ മുന്നിൽ തന്നെ നല്ലൊരു ബോർഡുണ്ട്, എറണാകുളം വേളാങ്കണ്ണി എന്നുള്ള ഒരു നല്ല ബോർഡ്. പിന്നെ ഇതിൻ്റെ റേക്ക് ഷെയറിങ് ഓൾറെഡി ഇന്നലെ തന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ, അത് മറ്റൊന്നുമല്ല, എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന ബൈ വീക്ക്ലി എക്സ്പ്രസ് തന്നെയാണ് ഇതിൻ്റെ റേക്ക് ഷെയറിങ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബോർഡ് തന്നെയാണ്. പിന്നെ ഈ മുൻഭാഗത്തിന് ഒരു ലേഡീസ് കോച്ചൊക്കെ ഉണ്ട്. ഇതിൻ്റെ അൺറിസർവ്ഡിൽ പൊതുവെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൽ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി കോച്ചും കൂടെ അവൈലബിൾ ആണ്. ഞങ്ങൾ നോക്കട്ടെ ഈ ഒരു സ്റ്റേഷൻ തന്നെ രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം കിട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചു വെക്കാം. 7:27 ട്രെയിൻ ഇതാ തെങ്കാശി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇതാണ് 1ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇവിടെ 2 മിനിറ്റ് ട്രെയിൻ സ്റ്റോപ്പ്. ഇവിടെ ഇപ്പോൾ സിലംബു എക്സ്പ്രസ് വരാനുണ്ട്, ചെന്നൈയിൽ നിന്ന് ചെങ്കോട്ടയിലേക്കുള്ള വണ്ടി. ചെങ്കോട്ടയിൽ നിന്ന് ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാന്ന് പറഞ്ഞില്ലേ, അവിടെ വടയും ചായയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ സ്റ്റേഷനിലെത്തിയിട്ട് ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് കരുതി. ഇവിടെയും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ സ്റ്റേഷനുകളുടെ ഒരു മെയിൻ ഒരു പ്രശ്നം ഇതാണ്, രാവിലെ പോകുമ്പോൾ പ്രത്യേകിച്ച് കഴിക്കാൻ നല്ല ഫുഡൊന്നും കിട്ടില്ല. പിന്നെ ഇതൊരു വീക്ക്ലി എക്സ്പ്രസ് കൂടിയാണല്ലോ. ഞങ്ങൾ പ്രതീക്ഷിച്ചത് വല്ല ഇഡലിയോ അല്ലെങ്കിൽ ദോശയൊക്കെ കിട്ടുന്നതാണ്. അത് പ്രതീക്ഷിക്കണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് തിരുനെൽവേലിയിലേക്കും കൂടെ ഒരു റൂട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രം നമുക്ക് കാണാം. ഇവിടെ നിന്ന് ഇപ്പോഴേ വണ്ടി എടുക്കില്ല, സിലംബു എക്സ്പ്രസ് എന്തായാലും വരണം. ഈ നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ട്രെയിനില്ലേ, ഇതിൻ്റെ അൺറിസർവ്ഡിൻ്റെ കാഴ്ച ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതിലൊന്നും ഇവിടുന്ന് തിരക്കേയില്ല, സുഖമായിട്ട് പോവാം. നമ്മുടെ കോച്ച് ഈ കാണുന്നതാണ്. ഇത് കണ്ടോ, എല്ലാം വേക്കൻ്റ് ആണ്. എവിടെ വേണമെങ്കിലും പോയിരിക്കാം. കാരണം ഇതിൽ സ്ലീപ്പർ ക്ലാസ് തന്നെ
ഒരുപാട് ബർത്തുകൾ വേക്കൻ്റ് ഉണ്ടല്ലോ. പിന്നെ ജനറൽ ക്ലാസ്സിൻ്റെ കാര്യം പറയണ്ട. എന്തായാലും ട്രിച്ചിക്ക് എത്തുമ്പോൾ പിന്നെ എന്തായാലും ഒരു തിരക്ക് വരും. കാരണം ട്രിച്ചിയിൽ നിന്ന് തഞ്ചാവൂരിലേക്കൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണല്ലോ. ഇത് സിംഗിൾ ലൈനാണ്. സിലംബു എക്സ്പ്രസ് ഇപ്പോഴാണ് ഇവിടത്തേക്ക് വരുന്നത്. താമ്പരം സെങ്കോട്ടെ. ഇതന്നെയാണ് കന്യാകുമാരി താമ്പരം എക്സ്പ്രസ് ബ്രേക്ക് ഷെയറിങ്. ഈ സിലംബു എക്സ്പ്രസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്, സെങ്കോട്ടയിൽ നിന്ന് തിരുച്ചിറപ്പള്ളി വരെ. മഴ പെയ്ത് പോയതല്ലേ ഉള്ളൂ, നല്ലൊരു കാഴ്ച കാണാം. മഴവില്ല്, അതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെ കാശി വിശ്വനാഥർ ക്ഷേത്രവും കാണാം. ഇതാണ് ക്ഷേത്രം. ഇതെന്തായാലും നല്ലൊരു കാഴ്ച തന്നെ. ഈ ലൈൻ നേരെ പോകുന്നത് തിരുനെൽവേലിയാണ്. നമ്മൾ നേരെ ഇനി ശങ്കരൻകോവിൽ, രാജപാളയം, ശിവകാശി ലൈനിലേക്ക് കയറി. എട്ട് 56 ട്രെയിൻ ഇതാ രാജപാളയം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ചെറിയൊരു വളവിലാണ് സ്റ്റേഷൻ. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഈ വേളാങ്കണ്ണി എക്സ്പ്രസിന്റെ പ്രത്യേക അനൗൺസ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ വേളാങ്കണ്ണി സ്പെഷ്യൽ എന്നാണ് പറയുന്നത്. 8:56 ഇവിടെ വണ്ടി എത്തിയത്. ഇപ്പോൾ 9:12 വണ്ടി ഇവിടുന്ന് ഇതുവരെ എടുത്തിട്ടില്ല. ഒരു പാസഞ്ചർ വരാനുണ്ട് കേട്ടോ. RJPM എന്നാണ് സ്റ്റേഷന്റെ കോഡ്. ആ വണ്ടി വരുന്നതിന് മുന്നേ ഇത് എടുക്കുന്നു വിചാരിച്ചു അല്ലേ? അത് പറഞ്ഞാല് മധുരൈ സെങ്കോട്ട വണ്ടി ശിവകാശി എത്തി. ശിവകാശി ഞാൻ വിചാരിച്ചു എടുക്കൂലല്ലോ, കാരണം അത് കഴിഞ്ഞിട്ട് ആ വണ്ടിക്ക് ശ്രീവില്ലിപുത്തൂർ സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ആ വണ്ടി നിർത്തി നമ്മൾ കയറിപ്പോന്ന് വിചാരിച്ചാണ്. പക്ഷേ ശ്രീവില്ലിപുത്തൂർ എത്തിയ ശേഷം ആ നമ്മുടെ വണ്ടി വിട്ടില്ല. അതിപ്പോ അവിടുന്ന് വിട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ വണ്ടിക്ക് ഒരു പ്രിയോറിറ്റി ഇല്ലെന്ന് പറയാം. ഇവിടെയും ചായയും സമൂസയും വടയും മാത്രമേ ഉള്ളൂ അല്ലേ? മാത്രമേ ഉള്ളൂ. മധുരൈ സെങ്കോട്ടൈ പാസഞ്ചർ ഇതാ കടന്നു വരികയാണ്. എക്സ്ട്രാ സ്ലീപ്പർ കോച്ചുകളുണ്ടായിരുന്നു മുന്നിൽ. ഇതിൻ്റെ അണ്ടർ സൈഡിൽ നല്ല തിരക്കുണ്ട്. വണ്ടി മധുരൈ സെങ്കോട്ടൈ പാസഞ്ചർ സെങ്കോട്ടയിൽ എത്തിയ ശേഷം അവിടുന്ന് സെങ്കോട്ടൈ കൊല്ലം പാസഞ്ചറായിട്ട് വരുമായിരുന്നു. അപ്പോൾ ആ ഒരു സർവീസ് ഇല്ല, അത് നിർത്തി. 9:40 ട്രെയിൻ ഇപ്പോൾ ശിവകാശി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ 2 മിനിറ്റ് ആയിരുന്നു ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. പടക്കവും തീപ്പെട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ശിവകാശി. 10 മണിയായി. ട്രെയിൻ ഇതാ വിരുദനഗർ ജംഗ്ഷനിലെത്തി. ഇപ്പം ഇവിടെ ഒരു ട്രെയിൻ വരും, തിരുച്ചിറപ്പള്ളി തിരുവനന്തപുരം ഇന്റർസിറ്റി. ഇനി ഈ ട്രെയിനിൻ്റെ യഥാർത്ഥ റൂട്ട് നേരെ മധുരൈ, ഡിണ്ടിഗൽ, തിരുച്ചിറപ്പള്ളി അങ്ങനെയാണ്. പക്ഷെ ഇന്ന് ഡൈവേർട്ടഡ് ആണല്ലോ. ഏത് റൂട്ടാ അത്? വണ്ടി പോകുന്നത് മനായ മധുരൈ കാരക്കുടി വഴിയാണ്. നമ്മളുണ്ടല്ലോ വണ്ടി വഴി തിരിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ മൈ ട്രെയിൻ വഴി നോക്കുവാണെങ്കിൽ എവിടേക്ക് നിർത്തുന്നു നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതറിയണമെങ്കിൽ NTS വഴിയേ പറ്റുള്ളൂ. ചെപ്പാടും ബഹളമാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് NTS വഴി എടുക്കുവാണെങ്കിൽ ഇനി 5 സ്റ്റോപ്പുകളുണ്ട്. അറുപ്പുകോട്ടയിൽ നിർത്തുന്നുണ്ട്, മനാമധുരയിൽ നിർത്തുന്നുണ്ട്, ശിവഗംഗ, കാരക്കുടി, പുതുക്കോട്ടൈ. അതുപോലെ തന്നെ കൃത്യം ഒരു 1:30 സമയത്ത് തന്നെ നമ്മൾ തിരുച്ചിറപ്പള്ളി എത്തും. കാരണം എന്ന് വെച്ചാൽ മധുര വഴി പോവുകയാണെങ്കിൽ ഇവിടുന്ന് തിരുച്ചിറപ്പള്ളി വരെ 200 കിലോമീറ്ററാണ് വേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ വഴി തിരിച്ചു വിട്ടല്ലോ 217 കിലോമീറ്റർ. അതായത് 17 കിലോമീറ്റർ മാത്രമേ കൂടുതൽ പോകാനുള്ളൂ. നമുക്ക് അധികം എന്താ പറയുക, സമയനഷ്ടമൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ ഈ വണ്ടി ഇപ്പം ഈ ഡൈവേർട്ടായിട്ട് കഴിഞ്ഞ മാസത്തെ എല്ലാ ആഴ്ചയും ഞങ്ങൾ ആപ്ലിക്കേഷനിൽ നമ്മൾ നോക്കുമല്ലോ ഇത് വഴി തിരിച്ച് വിട്ടിട്ടുണ്ടോയെന്ന്. അങ്ങനെ തന്നെയാണ്, സെയിം മറ്റേ വഴി തന്നെയാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ഇനിയും മധുര വഴി പോകുമോ? പോകും തോന്നുന്നില്ല. കാരണം വെച്ചാല് കഴിഞ്ഞ തോന്നില്ല എന്നല്ല, ഇപ്പൊ കുറെ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇവരെന്ന് വെച്ചാല് ഈ കാരക്കുടി റൂട്ട് തന്നെ പെർമനന്റ് ആക്കും എന്നാണ് തോന്നുന്നത്. കാരണം വെച്ചാല് എല്ലായിടത്തും അനൗൺസ്മെന്റും അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. ആയിട്ടുള്ള കാരക്കുടി, മനാമധുരൈ വഴി എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. തിരുച്ചിറപ്പള്ളി തിരുവനന്തപുരം
ഇൻ്റർസിറ്റി. ഇത് തന്നെയാണ് തിരുച്ചിറപ്പള്ളി താമ്പര ഇൻ്റർസിറ്റിയും തിരുവനന്തപുരം ഗുരുവായൂർ ഇൻ്റർസിറ്റി. 3 വണ്ടികളായിട്ടാണ് റേക്ക് ഷെയറിംഗ് ഉള്ളത്. LHP ആയതിനു ശേഷം ഞങ്ങൾ ഇതുവരെ ഈ ട്രെയിനിൽ കയറിയിട്ടില്ല. LHP അതായത് ആവുന്നതിൻ്റെ 1 മാസം മുന്നേ അതിൻ്റെ ഒരു പഴയ ഉത്കൃഷ്ട കോച്ചിൽ ട്രിച്ചിയിൽ നിന്ന് ട്രിവാൻഡ്രം വരെ അൺറിസർവ്ഡ് യാത്ര ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു വണ്ടി ഇത്. ഈ ട്രിച്ചിയിൽ നിന്ന് കയറിയിട്ട് തിരുനെൽവേലി വരെ ഇതിന് എന്തായാലും തിരക്കുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. അൺറിസർവ്ഡൊക്കെ മുഴുവനും കാലിയാണ്. മധുരയിലെ ഇതാണ് ഈ ട്രെയിനിൻ്റെ യഥാർത്ഥ റൂട്ട്. ഇതായിരുന്നു ട്രിച്ചി തിരുവനന്തപുരം ഇൻ്റർസിറ്റി. ഇപ്പോൾ ഇതുവഴിയാണ് വന്നത്. 11:15 ട്രെയിൻ ഇതാ മാനാമധുരൈ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഈ ട്രെയിനിൻ്റെ യഥാർത്ഥ റൂട്ട് അല്ലാത്തത് കൊണ്ട് ഈ ട്രെയിന് ഇവിടെ നിന്ന് കയറാനൊന്നും ആരും തന്നെ ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ റൂട്ട് വഴി ഓടുന്നൊരു ട്രെയിനാണെങ്കിൽ ഒരുപാട് പേര് കയറാനുണ്ടായേനെ. കാരണം ഇതൊരു പ്രധാനപ്പെട്ടൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. തമിഴ്നാട്ടിൽ ഈ സമയത്തൊക്കെ ചുട്ടു പൊള്ളുന്ന വെയിലാണ്. ഈ സമയത്ത് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ശക്തമായ മഴയും. 2 സ്ഥലത്തെയും ഒരു കാലാവസ്ഥയാണ്. ഞങ്ങൾ ഇതുവരെയായിട്ടും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഈ റൂട്ടിലത്തെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷൻ തിരുച്ചിറപ്പള്ളിയാണ്. എന്തായാലും 1 മണിയാവും എത്തുമ്പം. ഇനിയിപ്പം അവിടെ നിന്ന് വാങ്ങിയിട്ട് കഴിക്കാം. വൈഗൈ റിവർ. നമ്മൾ മധുരയിൽ പോയാലും വൈഗൈ നദിയെ കാണാം. അവിടെ മാത്രമേ വെള്ളമുള്ളൂ. ട്രെയിൻ ഇപ്പോൾ കാരക്കുടി ജംഗ്ഷനിലെത്തി. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിന് സ്റ്റോപ്പ് ഉണ്ടായത്. ഇവിടെ നിന്നും ആരും കയറാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെയൊക്കെ ഒരു ട്രെയിനൊക്കെ ഉള്ളതാണ്. അതൊരു പാസഞ്ചറാണ്. കാരക്കുടി എന്ന ട്രെയിൻ എടുത്തതിന് ശേഷം ഇപ്പോൾ 110-ലാണ് പോകുന്നത്. ഇപ്പോൾ അത്യാവശ്യത്തിന് നല്ല സ്പീഡിൽ തന്നെ വണ്ടി പോകുന്നുണ്ട്. അതുകൊണ്ട് ഡിലേ ഒന്നും തന്നെ ഇല്ല. കാരണം നമ്മൾ വേറെ വഴിയാണെങ്കിലും ട്രിച്ചിലെത്തുമ്പോഴത്തേക്കും ഓൺ ടൈമിൽ തന്നെ അവിടെ എത്തും. ഈ കാണുന്ന ലൈനില്ലേ, ഇത് മധുരൈ ഡിണ്ടിഗൽ ഭാഗത്തു നിന്ന് വരുന്ന ലൈനാണ്. നമ്മളിപ്പോൾ തിരുച്ചിറപ്പള്ളിയിലേക്ക് എത്തി. 1:25 ആയതേ ഉള്ളൂ. 1:35-നാണ് സ്റ്റേഷനിൽ എത്തേണ്ടത്. നേരത്തെ ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഒരു സമയമാകുമ്പോൾ മാത്രമേ ഇവിടെ നിന്ന് എടുക്കുള്ളൂ. 1:46 ട്രെയിൻ ഇതാ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഔട്ടറിൽ നിന്നിട്ട് ഡിലേ ആയി വണ്ടി. ഇത് 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ഭക്ഷണം നോക്കാം. ഒന്നിലാണെങ്കിൽ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇനി കിട്ടുമോ നോക്കാം. ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചത് 2 വെജിറ്റബിൾ ബിരിയാണിയും ഒരു ലെമൺ റൈസും ആണ്. വെജ് ബിരിയാണി ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മാങ്ങ അച്ചാറുണ്ട്. ലെമൺ റൈസ് ഇങ്ങനെയാണ്. ഇതിൻ്റെ കൂടെയും ഒരു മാങ്ങ അച്ചാറുണ്ട്. 2:55 ട്രെയിൻ ഇപ്പം ഇതാ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഇവിടുന്ന് വണ്ടി എടുത്തു. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ബിഗ് ടെമ്പിളിലേക്കൊക്കെ പോകാനുണ്ടെങ്കിൽ, അതായത് ബൃഹദീശ്വര ക്ഷേത്രത്തിലേക്ക് പോകാനുണ്ടെങ്കിൽ ഇവിടെയാണ് ഇറങ്ങേണ്ടത്. ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഒരുപാട് തവണ ആ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളതാണ്.
സ്റ്റേഷൻ്റെ കോഡ് TJ. തഞ്ചാവൂർ നഗരത്തിൻ്റെ ഒരു കാഴ്ച. തിരുവാരൂർ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഒരു സ്റ്റേഷനുണ്ട്, അതിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ അങ്ങ് അവിടെയാണ്. പക്ഷെ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത് ഈ ഒരു ലെവൽ ക്രോസിൻ്റെ ഇവിടെ തന്നെയാണ്. ഇതേ അവിടെ ഒരു ട്രാക്ടറൊക്കെ കാണാം. ഇത് സിംഗിൾ ലൈനാണ്, അതുകൊണ്ട് ഏതെങ്കിലും വണ്ടി പോകാൻ വേണ്ടിയിട്ടാകാം. WG9 ഒരു ഗുഡ്സ് ട്രെയിനാണ്. മൂന്ന് 45 ട്രെയിൻ ഇതാ തിരുവാരൂർ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ ഹിന്ദിയില്ലേ, ആദ്യം വായിച്ചു കളഞ്ഞാണ്, വീണ്ടും അത് അവിടെ എഴുതി. ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമൊക്കെ അതാണ്. ഇതിപ്പം നവീകരണം കഴിഞ്ഞ് റെഡിയാക്കിയ നല്ലൊരു സ്റ്റേഷനാണ്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന എറണാകുളം ജംഗ്ഷൻ വേളാങ്കണ്ണി വീക്ക്ലി എക്സ്പ്രസിനെ പറ്റി പറയുകയാണെങ്കിൽ സദേൺ റെയിൽവേയിൽ തിരുവനന്തപുരം ഡിവിഷൻ്റെ കീഴിലുള്ള വണ്ടിയാണ്. ആദ്യം ഈ ട്രെയിൻ സ്പെഷ്യൽ സർവീസായിട്ടാണ് ഓടിയത്. 2026 മാർച്ച് 18-നാണ് ഇതിൻ്റെ ആദ്യത്തെ റെഗുലർ സർവീസൊക്കെ ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ ട്രെയിനിൽ ഏപ്രിൽ മെയ് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്നത്. ഈ ജൂൺ മാസം സാരതമ്യേന എന്താ പറയാ തിരക്ക് കുറവാണ്. ട്രെയിൻ ഓടി തുടങ്ങിയത് 3 മാസം ആകെ ആയുള്ളൂ എന്ന് പറയാം. പിന്നെന്ന് പറഞ്ഞാൽ റേക്ക് ഷെയറിംഗിന്റെ, അതായത് വേറൊരു ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈ വീക്കിലി, അതിന്റെ നമ്പർ വരുന്നത് 163, 61, അതുപോലെ തന്നെ 163, 62 ആണ്. അതിന്റെ ടൈമിംഗ് പറഞ്ഞില്ലല്ലോ, അത് എല്ലാ തിങ്കളാഴ്ചയും ശനിയാഴ്ചയാണ് എറണാകുളത്ത് നിന്ന് ഉച്ചക്ക് 1 മണിക്ക് വിടുക. എനിക്കൊന്ന് കുറച്ചും കൂടെ കംഫർട്ടബിൾ, അതായത് ഈ ഒരു സമയം ഇരുന്ന് ബോറടി ഇല്ലല്ലോ, അതാണെന്ന് തോന്നുന്നു. കാരണം രാത്രി കിടന്ന് ഉറങ്ങിയാൽ രാവിലെ എത്തും. ഇത് പറഞ്ഞൊരു പകല് മൊത്തം നമുക്ക് ഈ തമിഴ്നാട്ടിലെ ചൂടൊക്കെ സഹിച്ച്, പിന്നെ ഇതിന്റെ ഫുഡ് അവൈലബിലിറ്റിയാണ്. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഈ വേളാങ്കണ്ണിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല വണ്ടി കാരക്കൽ ടീ ഗാർഡൻ തന്നെയല്ലേ. അത് ഇന്നലെ തന്നെ എറണാകുളത്ത് തന്നെ പറഞ്ഞല്ലോ, ഏറ്റവും ബെറ്റർ വണ്ടി അത് തന്നെയാണ്. ഇവിടെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ ഉണ്ട്. ഇതൊരു റേക്ക് ഷെയറിംഗ് വണ്ടിയാണ്. ഇതിപ്പോൾ തിരുവാരൂരിൽ നിന്ന് മന്നാർഗുഡിയിലേക്ക് പോകുന്ന പാസഞ്ചറാണ്. എന്നിട്ട് മന്നാർഗുഡിയിൽ നിന്ന് രാത്രി ചെന്നൈയിലേക്കുള്ള മണ്ണ എക്സ്പ്രസ്. അതുപോലെ തന്നെ ഇത് ചെന്നൈക്കുമോർന്ന് തിരുച്ചെന്തൂരിലേക്കുള്ള ചെന്തൂർ എക്സ്പ്രസ് ആയിട്ടും റേക്ക് ഷെയറിംഗ് ഉണ്ട്. തിരുച്ചെന്തൂരിൽ നിന്ന് തിരുനെൽവേലിയിലേക്കുള്ള പാസഞ്ചറായിട്ടും. അപ്പോൾ ഇത്രയും വണ്ടിയായിട്ടുള്ള ഒരു റേക്ക് ഷെയറിംഗ് വണ്ടിയാണിത്. നമ്മളങ്ങനെ നാഗപട്ടണത്തെത്തിയ ഇതാണ് വേളാങ്കണ്ണിയിലേക്ക് പോകാനുള്ള ആ ഒരു ലൈൻ. റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു നദിയാണിത്. നാല് 36 നാഗപട്ടണം ജംഗ്ഷൻ. ഇനിയിപ്പോൾ ഇവിടുന്ന് ലോക്കോ റിവേഴ്സലുണ്ട്. നമ്മളാ ഒരു വേളാങ്കണ്ണി ലൈൻ കണ്ടല്ലോ. ഇവിടുന്ന് ഇപ്പോഴേ വണ്ടി എടുക്കില്ല, അത് വേറെ കാര്യം. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. നമ്മുടെ ട്രെയിനിൽ നേരത്തെ ഉണ്ടായിരുന്ന അതേ ലോക്കോമോട്ടീവ് തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് റിമൂവ് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടുന്ന് കപ്പിൾ ചെയ്യുകയാണ്. ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. നമ്മുടെ വണ്ടി ഇവിടുന്ന് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ. ഒരു വണ്ടി വരുന്നുണ്ട്. അത് വേളാങ്കണ്ണിയിൽ നിന്ന് കാരക്കലിലേക്ക് പോകുന്ന DPP ആണ്. അത് വരുന്നുണ്ട്. ഇവിടുന്ന് വേളാങ്കണ്ണിയിലേക്കുള്ള ലൈനും സിംഗിൾ ലൈനാണ്. അതുകൊണ്ടാണ് ഈ വണ്ടി വരാതെ പോകാൻ പറ്റില്ല. ഇനി ഈ വണ്ടിക്ക് ഇപ്പോഴേ കാരക്കലിലേക്ക് പോകാൻ പറ്റില്ല, കാരണം കാരക്കൽ എറണാകുളം എക്സ്പ്രസ് വരാനുണ്ട്. വേളാങ്കണ്ണിയിൽ നിന്ന് ഒരുപാട് പേര് ഇതിൽ വരാനുണ്ടാവും. കാരണം ഇനിയിപ്പോൾ കാരക്കൽ എക്സ്പ്രസ്സിന് നേരെ തിരിച്ച് എറണാകുളത്തേക്ക്
പോകാനുണ്ടല്ലോ. വേളാങ്കണ്ണിന്ന് ഈ ഒരു DMUവിൽ കയറിയിട്ട് ഇവിടെ വന്നിറങ്ങിയാൽ ഇവിടെ നിന്ന് നമുക്ക് എറണാകുളത്തേക്കുള്ള ടീ ഗാർഡൻ എക്സ്പ്രസ്സിന് സുഖമായിട്ട് പോകാൻ പറ്റും. ഇതിൻ്റെ ഒരു കണക്ഷൻ ട്രെയിനാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. കാരയ്ക്കൽ എറണാകുളം ടീ ഗാർഡൻ എക്സ്പ്രസ് ഇതാ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ്. ഈ ട്രെയിൻ ഫുള്ളാവുക ഇവിടെ നിന്നാണ്. പക്ഷേ ഇതിൽ ജനറൽ ഇപ്പം തന്നെ ഏകദേശം നല്ല തിരക്കായി. വേളാങ്കണ്ണിയൊക്കെ പോയിട്ട് ഒരുപാട് പേര് ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ട്രെയിനാണിത്. ഞങ്ങൾ യാത്ര ചെയ്ത S8 സ്ലീപ്പർ ക്ലാസ് അതാണ്. ഞങ്ങളിപ്പോൾ അൺറിസർവ്ഡിലേക്ക് വന്നു. അവിടെ നല്ല തിരക്കാണ്. ഇതിലാണെങ്കിൽ ഒരാളും ഇല്ല. ഇനിയിപ്പോൾ 10 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ ഇരിക്കാം. നേരത്തെ പറഞ്ഞ ബൈ വീക്കിലി എക്സ്പ്രസും ഈ ട്രെയിനും തമ്മിലുള്ള റൂട്ടിന്റെ കാര്യമില്ലേ, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മളിന്ന് കാരയ്ക്കുടി വന്നില്ലേ, അതുവരെ 2 ട്രെയിനും ഒരേ റൂട്ട് തന്നെയാണ് വരുന്നത്. അത് എന്നിട്ട് കാരയ്ക്കുടി നേരെ പട്ടുകോട്ടை വഴി തിരുത്തുറപ്പുണ്ടി, അവിടുന്ന് നേരെ തിരുവാരൂരിലേക്കാണ് കയറുന്നത്. നമ്മൾ മറ്റേ വഴിയാണല്ലോ, ഇപ്പൊ വന്ന വഴി തന്നെയാണല്ലോ. അങ്ങനെ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എടുത്തു. സ്റ്റേഷൻ്റെ പഴയ കെട്ടിടങ്ങളൊക്കെ ഇതാ ഇവിടെയാണ് ഉണ്ടായിരുന്നത്. റിട്ടയറിംഗ് റൂമൊക്കെ ഈ ഭാഗത്തായിരുന്നു. ഇപ്പോൾ പുതിയ കെട്ടിടമൊക്കെ ഈ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്തെ വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് കത്തിക്കുന്ന ഒരു സ്ഥലം ഇതാണെന്നാണ് തോന്നുന്നത്. ഒരുപാടുണ്ട് ഇവിടെ വേസ്റ്റുകൾ. റെയിൽ ട്രാക്കിനോട് അത്രയും അടുത്ത് തന്നെയാണിത്. വലിയ വളവാണ്. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട കാഴ്ച ഇതൊക്കെ തന്നെയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളിപ്പോൾ ഏറ്റവും പുറകിലാണ്. എറണാകുളത്ത് നിന്നും 717 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 5:35 ഇപ്പോൾ. വേളാങ്കണ്ണി. ഇത് 2-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. വേളാങ്കണ്ണി എന്നുള്ള വലിയൊരു ബോർഡൊക്കെ ഇവിടെ കാണാം. ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ. ഇന്ന് രാത്രി 7:45 തന്നെ ഈ ട്രെയിൻ തിരിച്ച് എറണാകുളത്തേക്ക് പോകും. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഇതുവഴി പുറത്തേക്ക് ഇറങ്ങുകയാണ്. വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. സ്റ്റേഷൻ്റെ ഈ ഒരു നിർമ്മിതിയൊക്കെ നമ്മുടെ വേളാങ്കണ്ണി പള്ളിയുടെ ആ ഒരു മാതൃകയിൽ തന്നെയാണ്. പിന്നെ ഇവിടുന്ന് പള്ളിയുടെ ഭാഗത്തേക്ക് ഇതുപോലെയുള്ള ചെറിയ ഷെയർ വണ്ടികളും ടാക്സികളും ഓട്ടോ സൗകര്യമൊക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ട്രെയിനിൽ വന്നിറങ്ങിയ ആൾക്കാരുടെ തിരക്ക് തന്നെയാണ്. കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വീടിൻ്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ഒരുപാട് തവണ പറഞ്ഞതാണ്, ടീ ഗാർഡൻ എക്സ്പ്രസ് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ബൈ വീക്കിലി എക്സ്പ്രസ് നോക്കാം. ഈ 2 ട്രെയിനിൽ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ മാത്രം ഈ ഒരു ട്രെയിൻ ചൂസ് ചെയ്യാം. കാരണം നമ്മുടെ ഒരു പകൽ മുഴുവൻ ഈ ട്രെയിനിൽ യാത്ര ചെയ്താൽ പോവും. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ റൂം എടുത്ത് ഇന്ന് താമസിച്ച് നാളെ മാത്രമേ നമുക്ക് പള്ളിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകാനായി സാധിക്കുള്ളൂ. ഈ വേളാങ്കണ്ണിയിൽ എത്തിയതിന് ശേഷം ഞങ്ങൾക്ക് ചെറിയൊരു പണിയൊക്കെ കിട്ടി. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വ്യക്തമായി അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ കാഴ്ചകളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു മാറ്റസിനോട് നിരേക്കും. ബൈ.